ഡൈനിങ് ഏരിയയിൽ നിന്നാണ് സ്റ്റെയർ കേസ് ആരംഭിക്കുന്നത്. ഈ സ്റ്റെയർ കേസിൻ്റെ റെയിലിങ്സ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. പടികളുടെ സൈഡിലായിട്ട് ലൈറ്റ്സും പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രിയിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. സ്റ്റെപ്സ് ചെയ്തിരിക്കുന്നത് സൈഡ് ബോർഡറോടുകൂടി നമ്മളുടെ ഫ്ലോറിംഗ് അനുസരിച്ച് ഉള്ള മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ബോർഡറാണ് കൊടുത്തിരിക്കുന്നത്. പടികളാവട്ടെ ബാത്റൂമിൽ നമ്മളിപ്പോൾ കണ്ട കരിങ്കല്ല് കൊണ്ടുള്ള ടൈൽസ് അതുകൊണ്ടുള്ള പടികളാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് കയറി വരുന്നത് ഒരു ഇൻഫോർമൽ സിറ്റിംഗ് ഏരിയയിലേക്കാണ് കയറി വരുന്നത്. അവിടെ ഒരു ഇൻഫോർമൽ ലിവിങ് പോലെ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്ന ഒരു ഇടമാണ്. അവിടെ ഒരു ആർട്ട് കട്ടിലിട്ടിട്ട് അവിടെ ഒരു ജസ്റ്റ് ഒരു സിറ്റിംഗ് സ്പേസ് ആയിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ് ഇവിടെ. ഇൻഫോർമൽ സിറ്റിംഗ് ഏരിയയുടെ തൊട്ട് അടുത്തായിട്ട് കാണുന്നതാണ് കിഡ്സ് ബെഡ്റൂം. അപ്പോൾ അവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്, കട്ടിൽ, കിടക്ക. അതിനൊപ്പം തന്നെ ഒരു വശത്തായിട്ട് ഭിത്തിയുടെ താഴെയായിട്ട് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള മുകൾ നിലയിലെ ഒരു ബെഡ്റൂമാണ് ഇത്. ഇൻഫോർമൽ സിറ്റിംഗ് ഏരിയയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു പക്ഷേ ബാൽക്കണി ആവേണ്ട ഒരു സ്പേസ്, ആ സ്പേസിനെ വളരെ വശ്യതയാർന്ന രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. തടി കൊണ്ടുള്ള മനോഹരമായ ചാരുപടികൾ കൊണ്ട് മുഴുവനായിട്ടും കവർ ചെയ്തിരിക്കുകയാണ് ഇവിടെ. അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആകർഷകമായ ഒരു രീതിയിലാണ് ഇവിടെ അത് നിർമ്മിച്ചിരിക്കുന്നത്. ആ ഒരു സ്പേസിൽ തടി കൊണ്ടുള്ള ചാരുപടികളും അഴികളും തീർത്തിരിക്കുകയാണ്. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഈ വീട്ടിലെ ഏറ്റവും ആകർഷകമായ ഇടം എന്ന് നമുക്ക് പറയാവുന്ന തരത്തിൽ അത്ര മനോഹരമായിട്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പ്രകൃതി ഭംഗി ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കാവുന്ന രീതിയിൽ കാറ്റും വെളിച്ചവും കയറി വരാവുന്ന രീതിയിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇൻഫോർമൽ ലിവിംഗ് ഏരിയയുടെ അടുത്തായിട്ട് ഒരു ബാത്റൂമും അതിനോടൊപ്പം തന്നെ ചെറിയൊരു വാഷ് ഏരിയയും ക്രമീകരിച്ചിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ വിശാലമായ മറ്റൊരു ബെഡ്റൂം. സെന്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഈ വീട് ഇതിന്റെ വലിപ്പവും നിർമ്മാണവും ഡിസൈനും ഒക്കെ നോക്കുമ്പോൾ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഇതിന്റെ ചെലവ്, അതായത് ഫർണിഷിംഗ് അടക്കം ഈ വീടിന് ചെലവായിരിക്കുന്നത് 22 ലക്ഷം രൂപയാണ്. അപ്പോൾ അത്രയും ചെലവിൽ എല്ലാം വുഡ് ഫർണിച്ചറും കതവും ജനലും എല്ലാം തന്നെ വുഡാണ്. ഈ ചാരുപടികളൊക്കെ തന്നെ തടിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ടൈൽസ് ഇട്ട ഫ്ലോറിങ്ങും അതുപോലെ തന്നെ ട്രസ് വർക്ക് ചെയ്ത മേൽക്കൂരയും ഒക്കെ തന്നെ വരുമ്പോൾ ഈ ഫർണിഷിംഗ് അടക്കം 22 ലക്ഷം രൂപ എന്ന് പറയുന്നത് തീർച്ചയായും കോസ്റ്റ് എഫക്റ്റീവാണ്. പിന്നെ വീടിൻ്റെ വലിപ്പം നമ്മൾ നോക്കണം. 4 സെന്റിൽ 1700 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പം 22 ലക്ഷം രൂപയാണ് ഇതിന് ചെലവായിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വീടാണ് നിങ്ങളുടെ സ്വപ്നത്തിലുള്ളതെങ്കിൽ തീർച്ചയായും ഇതിനായി ശ്രമിക്കുക. വാസ്തു എന്ന പദം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വലിയൊരു പറമ്പും സാമാന്യത്തിലേറെ വലിപ്പമുള്ളൊരു വീടും ഒക്കെയാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഏറ്റവും ചുരുങ്ങിയ സ്ഥലത്ത് ശാസ്ത്രത്തിൽ നിന്നും അണുവിട മാറാതെ എപ്രകാരം നമുക്ക് ഗൃഹം നിർമ്മിക്കാം എന്നുള്ളൊരു പരീക്ഷണം കൂടിയാണ് ഇത്. സ്ഥാനമോ കണക്കോ ഉയരമോ വലിപ്പമോ ഒന്നും വാസ്തുവിൽ നിന്നും മാറ്റാതെ ഏറ്റവും ഉപയോഗയോഗ്യമായ രീതിയിൽ എല്ലാ മുക്കും മൂലയും വരെ ശ്രദ്ധിച്ച് കോലും അങ്കുലവും നൂലുവണ്ണവും വരെ
ചിട്ടപ്പെടുത്തി ചെയ്തിട്ടുള്ള ഒരു ചെറിയ നിർമ്മിതിയാണ് ഇത്. കേരളീയ പരമ്പരാഗത വാസ്തുനിർമ്മാണ ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതായത് ഓട്, കുത്തുചാളിക, ചാരുപടി, പരമ്പരാഗത രീതിയിലുള്ള പടികൾ, അടുക്കളയുടെ സ്ഥാനം, കിടപ്പുമുറിയുടെ സ്ഥാനം, ഇതെല്ലാം ശാസ്ത്രത്തിൽ ഒട്ടും നമ്മൾ മാറ്റാതെ ചെയ്തിട്ടുണ്ട്. ശാസ്ത്രത്തിലെ 20 കോല 8 എന്ന് പറയുന്ന സാമാന്യം നല്ല വലിപ്പമുള്ള കിടപ്പുമുറിയാണ് നമ്മളുടെ ഗൃഹനിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് 12 എന്ന് സാധാരണ ജനങ്ങൾ പറയുന്ന 12 അടി വീതിയും 12 അടി നീളവും വരുന്ന മുറി 144 സ്ക്വയർ ഫീറ്റോളം വരും. ശാസ്ത്രത്തിലെ സമചതുരത്തിൽ വീടുകൾ നിർമ്മിക്കാറില്ല. വാസ്തുശാസ്ത്രം അനുസരിച്ച് നാം സമചതുരത്തിലുള്ള മുറികളോ ഒന്നും നിർമ്മിക്കാറില്ല. നീളവും വീതിയും തമ്മിൽ ചെറിയ വ്യത്യാസത്തിലാണ് കൊടുക്കാറുള്ളത്. അപ്രകാരം തന്നെ എല്ലാ മുറികൾ മാത്രമല്ല, മുറികളിലെ ബെഡിൻ്റെ സ്ഥാനം, പിന്നെ വാട്ടർ ക്ലോസറ്റിൻ്റെ ഓറിയൻറ്റേഷൻ, ദിക്ക്, സ്റ്റെപ്പ് ഇറങ്ങുന്ന രീതി, സ്റ്റെപ്പിൻ്റെ എണ്ണം, പ്രധാനപ്പെട്ട പടി, പ്രധാനപ്പെട്ട വാതിൽ, അടുക്കളയുടെ സ്ഥാനം, അതിൻ്റെ അടുപ്പിൻ്റെ സ്ഥാനം, അതിൻ്റെ ഓരോ ഭാഗങ്ങളും വളരെ ശ്രദ്ധാപൂർവം പഠിച്ച് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ, ഏറ്റവും ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് ഒരു ചെറിയ വീട് എപ്രകാരം നിർമ്മിക്കാൻ പറ്റും എന്നുള്ള ഒരു പരീക്ഷണം കൂടിയായിരുന്നു ഈ വീടിൻ്റെ നിർമ്മാണത്തിൽ ഉണ്ടായിരുന്നത്. വളരെ കുറച്ച് സ്ഥലം ഇവിടെ ഉള്ളൂ. നഗരത്തിലൊക്കെ നമ്മൾ ഗൃഹം നിർമ്മിക്കുന്ന രീതിയിൽ 4 സെൻറ്റിൽ സ്വല്പം കൂടുതൽ, ലേശം കൂടുതലേ ഉള്ളൂ 4 സെൻറ്റിനേക്കാൾ. അതിൽ പരിമിതമായ സ്ഥലത്താണ് നമ്മൾ ഈ ഗൃഹം നിർമ്മിച്ചിരിക്കുന്നത്. ഉയരം, കണക്ക്, വാതിലുകളുടെ സ്ഥാനം, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പഠിച്ച് ശരിയായ സ്ഥാനത്ത് നിർമ്മിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിൻ്റേതായൊരു വ്യത്യാസം മനുഷ്യന് മനസ്സിലും ശരീരത്തിലും ഉണ്ടാകും. ശാസ്ത്രങ്ങളെല്ലാം മനുഷ്യ നന്മയ്ക്കാണല്ലോ. ആ നന്മ ഈ ഗൃഹത്തിൻ്റെ അന്തരീക്ഷത്തിലും നിലനിൽക്കും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ കുക്കൂസ് നെസ്റ്റിന്റെ ഒരു അധ്യായം കൂടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, കുക്കൂസ് നെസ്റ്റ്, VTV, കൈരളി സ്റ്റുഡിയോ കോംപ്ലക്സ്, വെണ്ണല PO, കൊച്ചിൻ 28. ഞങ്ങളുടെ ഫോൺ 9446956254.